തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണ പരിപാടികൾ കൊഴുപ്പിച്ച് സ്ഥാനാർത്ഥികൾ. സ്വീകരണ പരിപാടികൾ അടക്കമുള്ളവ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അടൂർ പള്ളിക്കൽ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ശ്രീനാദേവി കുഞ്ഞമ്മയുടെയും മറ്റ് UDF സ്ഥാനാർത്ഥികളുടെയും സ്വീകരണം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ പൂർത്തിയായി. സ്നേഹപൂർവ്വമായിട്ടുള്ള ഈ ഒരു സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. വരുന്ന 9-ാം തീയതി കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പായി ഉറപ്പായിട്ടും രേഖപ്പെടുത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കലേഷ് കാർത്തികയെയും, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ശ്രീ സുനിൽ പള്ളിക്കലിനെയും, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ എന്നെയും വലിയ ഭൂരിപക്ഷത്തിൽ കൈയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഒരു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാൻ ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇതേ ഡിവിഷനിൽ മത്സരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥി ശ്രീലത രമേശിന്റെയും LDF സ്ഥാനാർത്ഥികളുടെയും സ്വീകരണ പരിപാടികളും സമാപിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ സുപരിചിതയാണെന്ന് വിശ്വസിക്കുന്നു. 2010-15 കാലയളവിൽ ഞാനിവിടുത്തെ ജനപ്രതിനിധിയായിരുന്ന കാലയളവിൽ എനിക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എൻ്റെ ഡിവിഷനിൽ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടെങ്കിൽ ഇനിയും ഒരവസരം തന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സന്നദ്ധയാണ്. എന്നോടൊപ്പം ബ്ലോക്ക് ലെവലിൽ നിന്ന് മത്സരിക്കുന്ന ധനേഷിനെ നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടതാണ്. നിങ്ങളോടൊപ്പം കൂടെ പ്രവർത്തിക്കാൻ കഴിവുള്ള ധനേഷിനെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിലും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കാൻ സന്നദ്ധയായ രഘുവിനെ അരിവാൾ നക്ഷത്രമടയാളത്തിലും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.